ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കേസിൽ നിരപരാധിയായ ഒരാളെ സാറ് ശിക്ഷിക്കില്ല. അതിനുവേണ്ടി സാർ എത്ര കഷ്ടപ്പെട്ട് തെളിവ് കണ്ടുപിടിച്ചു കൊണ്ടുവന്നാലും ഞാനത് മറികടക്കും. ഈ കേസിൽ സത്യമേ ജയിക്കൂ. എന്തിനാ പ്രിയങ്കയുടെ ജീവൻ ഇല്ലാതാക്കിയത്? എടോ, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച താൻ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. തന്റെ വഴിയിൽ ഒരു മുൾച്ചെടി ഉണ്ടെന്ന് ഭഗവാന് തോന്നിക്കാണും. അതുകൊണ്ട് അതങ്ങ് വെട്ടിമാറ്റി, അത്രയേ ഉള്ളൂ. എന്നാലും ഇന്നും അവളൊരു വേദനയായിട്ട് മനസ്സിൽ കിടക്കും. ഇപ്പൊ എന്ത് ചെയ്യാനാ? അയാൾക്ക് വേണ്ടി ഇനി ചെയ്യാനുള്ളത് അയാളെ അപകടപ്പെടുത്തിയത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാ. അഡ്വക്കേറ്റ് ആരതി ഉള്ളപ്പോ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റിയതവർക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ. ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ കുറെ അനുഭവിച്ചല്ലേ. എടോ, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ എല്ലാ സങ്കടങ്ങളും ഞാൻ തീർത്തോളാം. ചിരിക്കാൻ മാത്രം ശീലിപ്പിച്ചോളാം. എന്റെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും വേണ്ട. ഞാൻ ചിരിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ രണ്ടുപേരും രണ്ടിടത്തിരിക്കുമ്പോഴല്ലേ. എന്റെ കൂടെ വന്നു. ഒരു സങ്കടവും ഞാൻ വരുത്തില്ല, ഒരിക്കലും. കിടന്നുറങ്ങാൻ നോക്ക്. ഫോൺ വെക്കുകയാണോ? അല്ലെങ്കിൽ സംസാരിച്ച് നേരം വിളിക്കും. അപ്പൊ സംസാരിക്കാൻ ഇഷ്ടമുണ്ട് അല്ലേ? ഇഷ്ടല്ലെന്നാരാ പറഞ്ഞേ? നല്ല ഇഷ്ട. കിടന്നുറങ്ങ ചെറുക്ക. സോറി സർ, മാർഗതടസ്സം ഉണ്ടാക്കിയതൊന്നുമല്ല. കേസെടുത്ത് കളഞ്ഞേക്കല്ലേ. ഞങ്ങള് സാറിനെ കാണാൻ ക്വാർട്ടേഴ്സിലേക്ക് വരികയായിരുന്നു. എന്താ കാര്യം? ഇന്നലെ ഞാൻ സാറിനെ കാണാൻ സ്റ്റേഷനിൽ വന്നിരുന്നു. സാർ പെട്ടെന്ന് വരുന്ന പറഞ്ഞതുകൊണ്ടേ 3 മണിക്കൂർ ഞാൻ അവിടെ വേസ്റ്റ് ചെയ്തു. പക്ഷേ കണ്ടില്ല. സോ രാവിലെ തന്നെ വന്ന് കണ്ടേക്കാന്ന് കരുതി. നിങ്ങൾ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ വന്ന് മോൻ കാണിക്കണമെന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇറ്റ്സ് ഓക്കെ സർ. ഞാൻ സംസാരിക്കാൻ വന്നത് പ്രിയങ്ക കൊലക്കേസിനെ കുറിച്ചാണ്. കേസ് പുനരന്വേഷണത്തിന് വിട്ടിരിക്കുകയാണല്ലോ. സാറിന്റെ കഴിവ് തെളിയിക്കാൻ ഒരവസരം പോലെ അത് വീണ്ടും സാറിന് തന്നെ വന്നിരിക്കുക. ഐ തിങ്ക് ഇതുവരെ അന്വേഷിച്ച പിഴവുകളൊന്നും സാറിന് ഇനി സംഭവിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഡ്യൂട്ടി എന്താണെന്ന് എന്നെ പഠിപ്പിക്കാറായില്ല ആരതി വർമ്മ. നോ സർ, സാറിനെ പഠിപ്പിക്കാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്.
അതിലെ കുറെ കാര്യങ്ങൾ സാർ കോടതിയിൽ കണ്ടതാണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സാറിനോട് ഷെയർ ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. നമുക്കാവശ്യം നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലേ സർ? കോടതിയിൽ ഒരു താൽക്കാലിക വിജയം ഉണ്ടാവുമ്പോ അതിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പല വട്ടം. ഏതോ 1-2 ആൾക്കാരെ തേടിപ്പിടിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ മഹാന്മാരായ ഡിക്റ്റേറ്റീവുകളാണെന്നൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതല്ല പോലീസിന്റെ അന്വേഷണം. ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിക്കൊണ്ടുവരുന്ന തെളിവുകൾ അതിന്റെ മേലെ ഇരുന്ന് വാദിക്കാനേ നിങ്ങൾക്കൊക്കെ പറ്റൂ. എത്ര മികച്ച അഡ്വക്കേറ്റിനും. യെസ് സർ, അഡ്വക്കേറ്റിന്റെ ഡ്യൂട്ടി അത് തന്നെയാണല്ലോ. അപ്പൊ സാറിന് എന്റെയോ എന്റെ ടീമിന്റെയോ സഹായങ്ങളൊന്നും ആവശ്യമില്ല. ഒരിക്കലുമില്ല. കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. കുറ്റക്കാരെ കണ്ടുപിടിക്കണം, പക്ഷേ കുറ്റക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അതിന് സാറ് ശ്രമിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും സാർ. ഇത്തവണ സാറിന് കോടതി തന്നത് വാണിംഗ് ആണ്. പക്ഷെ അടുത്ത തവണ എന്റെ തൊപ്പി തെറിപ്പിക്കും എന്നായിരിക്കും മാഡം. വഴിയിന്ന് വണ്ടി എടുത്ത് മാറ്റി പോവാൻ നോക്ക്. ഞാനിപ്പോ ഡ്യൂട്ടിയിൽ എന്നെ തടഞ്ഞാൽ അതിന് കേസെടുക്കാനും എനിക്ക് പറ്റും. ഈ വല്ലാതെ ആത്മവിശ്വാസമുള്ള ഈ ചിരിയുണ്ടല്ലോ, അടുത്ത തവണ ഈ ചിരി കോടതിയിലുണ്ടാവില്ല. ആദ്യമായി ആരതി വർമ്മ തോൽക്കാൻ പോകുന്ന കേസ് പ്രിയങ്കയുടെ കൊലപാതകമായിരിക്കും. താങ്ക് യു സർ. ഇതുപോലുള്ള വെല്ലുവിളികളാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. ഈ കേസിൽ സാറ് തീരുമാനിച്ച പ്രതികളെ ഒരു കാരണവശാലും സാറ് വിടില്ല എന്നും അവരെ കൊടുക്കാനുള്ള സർവ്വ തെളിവുകളും സാർ ഉണ്ടാക്കിയെടുക്കുമെന്നും സാർ അറിയാതെ ഈ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ വഴിക്ക് ശ്രമിക്കേ. ഇത് നമുക്കിടയിലുള്ള ഒരു വെല്ലുവിളിയായിട്ടിരുന്നോട്ടെ. ഈ കേസിൽ നിരപരാധിയായ ഒരാളെ സാറ് ശിക്ഷിക്കില്ല. അതിനുവേണ്ടി സാർ എത്ര കഷ്ടപ്പെട്ട് തെളിവ് കണ്ടുപിടിച്ചു കൊണ്ടുവന്നാലും ഞാനത് മറികടക്കും. ഈ കേസിൽ സത്യമേ ജയിക്കൂ. വരട്ടെ സാർ.